ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ സജീവമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് രാഹുൽ ഗാന്ധിയുടെ സീക്രട്ട് ലൈഫ്. ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ഒരു സജീവ സാന്നിധ്യവും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവും കൂടി ആയിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ സീക്രട്ട് ലൈഫിനെ പറ്റി ചർച്ച ചെയ്യാൻ ഒരുപാട് പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വരുന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ ഈ പറയുന്ന ഉത്ഭവം, ഈ ഒരു ആരോപണത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇവിടെ നിന്നല്ല, ബംഗ്ലാദേശിൽ നിന്നാണ്. ബംഗ്ലാദേശിലെ സലാവുദ്ദീൻ ചൗധരി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ ഉണ്ട്. ആ പുള്ളിക്കാരൻ്റെ ഒരു വീക്ക്ലി ന്യൂസ് എന്ന് പറയുന്ന ഒരു വാർത്താ മാധ്യമമാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ സീക്രട്ട് ലൈഫ് കണ്ടുപിടിച്ചു, എൻ്റെ കയ്യിൽ എവിഡൻസ് ഉണ്ട്, കൃത്യമായിട്ടുള്ള തെളിവുകൾ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു റിപ്പോർട്ടാണ് ഈ പറയുന്ന സലാവുദ്ദീൻ ചൗധരി എന്ന് പറയുന്ന ആ ഒരു റിപ്പോർട്ടർ പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ന്യൂസ് പാറ്റേൺ എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരിക്കൽ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അദ്ദേഹം കണ്ടുപിടിച്ചാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളും ഈ പറയുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ പറ്റിയും പല ഫെമിലിയർ ആയിട്ടുള്ള മൂവി ആക്ടേഴ്സിനെ പറ്റിയും അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് വെറോണിക്ക കാർട്ടലി എന്ന് പറയുന്ന ഒരു ലേഡിയില് നായക് വിനിജി അതുപോലെ തന്നെ മിനിക് വിനിജി എന്ന് പറയുന്ന രണ്ട് കുട്ടികളും ഉണ്ടെന്നുള്ള കാര്യം ഈ പറയുന്ന ലേഖകൻ കൃത്യമായിട്ട് ആ ഒരു റിപ്പോർട്ടിൽ എഴുതി വിടുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ കല്യാണം. ഇപ്പൊ പല മീറ്റിങ്ങുകളിലും ഈ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയൊക്കെ ഒന്നിച്ച് പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഈ പറയുന്ന റിപ്പോർട്ടേഴ്സ് ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ കല്യാണം ഈ അടുത്ത് എപ്പോഴെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാമോ, അടുത്ത് തന്നെ താങ്കൾ കല്യാണം കഴിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള പല ചോദ്യങ്ങളും പല മീറ്റിങ്ങുകളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പല കോൺഫറൻസിന്റെ ഭാഗമായിട്ടും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല മാധ്യമ പ്രവർത്തകരും ഇതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്തും വിട്ടിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ ഒരു മീറ്റിംഗിന്റെ ഭാഗമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ കല്യാണം അധികം വൈകാതെ തന്നെ അടുത്തുണ്ടാകും. ഇത് ആദ്യം ചോദിച്ചത് നമ്മുടെ പ്രിയങ്ക ഗാന്ധിയോടാണ്. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയാണ് പറഞ്ഞത് ഈ കാര്യം ഞാനല്ല സംസാരിക്കേണ്ടത്, അത് നിങ്ങൾ നേരെ രാഹുലിനോട് ചോദിച്ചോളൂ. അപ്പോൾ രാഹുൽ ഗാന്ധിയാണ് ആ ഒരു സ്റ്റേജിൽ വെച്ച് ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, അധികം വൈകാതെ തന്നെ എൻ്റെ ഒരു കല്യാണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി ആ ഒരു മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ പറയുന്ന സലാവുദ്ദീൻ ചൗധരി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ തന്റെ ലേഖനം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു റിപ്പോർട്ടർ ഇത്തരത്തിലുള്ള ഒരു ലേഖനം പുറത്തുവിട്ട സമയത്ത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി. അപ്പൊ അദ്ദേഹത്തിന്റെ വാർത്തകൾ എന്താണ്, അതിനെ ആളിക്കത്തിക്കാനും അതിനെപ്പറ്റി കൂടുതലായിട്ട് ചർച്ച ചെയ്യാനും ഒരുപാട് പേർക്ക് അതിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഗോഡ് ഫാദർ സിനിമയിലെ നമ്മുടെ സ്വാമിനാഥൻ ഇല്ലേ, ഇന്നസെന്റ് ഏട്ടൻ അവതരിപ്പിച്ച ആ ഒരു സ്വാമിനാഥൻ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ പോലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിനെ വെച്ചിരിക്കുന്നത്. ഒരുപാടധികം ട്രോളുകളാണ് ആ ഒരു ക്യാരക്ടറും ഈ രാഹുൽ ഗാന്ധിയും കൂടി ചേർന്നിട്ട് വരുന്നത്. നമ്മുടെ ഇന്നസെന്റ് ഏട്ടൻ ആ ഒരു സിനിമയിൽ ഗോഡ് ഫാദർ എല്ലാവരും എന്താണ് മുകേഷും അതുപോലെ തന്നെ വിജയരാഘവനും തിലകനും ആരും കല്യാണം കഴിക്കാതിരുന്നിട്ട് ഏറ്റവും അവസാനം ഇന്നസെന്റ് ഏട്ടന്റെ ഭാര്യയായിട്ട് നമ്മുടെ ജയലളിത ചേച്ചി കയറി വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ. അപ്പൊ ആ ഒരു സിനിമയുടെ ട്രോള് ഒരു രൂപത്തിലാണ് ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും പല കാര്യങ്ങളും ആ ഒരു റിപ്പോർട്ടർ ഈ പറയുന്ന ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, രാഹുൽ ഗാന്ധി പഠിക്കുന്ന സമയം മുതൽ തന്നെ ഒരു ഇന്ത്യൻ കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. അതുപോലെ തന്നെ പല മുസ്ലിം പെൺകുട്ടികളുമായിട്ട് ഈ ഒരു രാഹുൽ ഗാന്ധിക്ക് പഠന സമയത്ത് തന്നെ ഒരുപാട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന റിപ്പോർട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു ലേഖനത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ നോയൽ സഹാറ എന്ന് പറയുന്ന ഒരു രാജകുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയുമായിട്ടും ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു. അധിക കാലയളവിൽ അത് മുന്നോട്ട് പോയില്ല. 1933 മുതൽ 1973 വരെ അഫ്ഗാനിസ്ഥാൻ ഭരിച്ചിരുന്ന രാജാവിന്റെ കൊച്ചുമകളായിരുന്നു ഈ പറയുന്ന നോയൽ സഹാറ എന്ന് പറഞ്ഞ പെൺകുട്ടി. ഈ ഒരു പെൺകുട്ടിയുമായിട്ടും ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. അധികം കാലയളവ് ഈ ഒരു ബന്ധം മുന്നോട്ട് പോയിരുന്നില്ല എന്നുള്ള പല കാര്യങ്ങളും ഈ ഒരു ലേഖനത്തിൽ ഈ പറയുന്ന സലാവുദ്ദീൻ ചൗധരി എന്ന് പറയുന്ന ആ ഒരു റിപ്പോർട്ടർ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് പല ന്യൂസും കാര്യങ്ങളും ഈ സമയത്ത് സ്പ്രെഡ് ആവുന്നുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ അറിയാലോ, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ട് കൂടി വളരെ ഫെമിലിയർ ആയിട്ടൊരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ളൊരു സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ അദ്ദേഹത്തിനെ ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ ഏത് തരത്തിലായിരിക്കും പുറത്ത് പ്രചരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് പല വാർത്താ മാധ്യമങ്ങളും ഈ പറയുന്ന ന്യൂസും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അതിനെപ്പറ്റിയുള്ള പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. പലരും പല രീതിയിലാണ് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഇതിനെപ്പറ്റി വലിയ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കാരണം രാഹുൽ ഗാന്ധി ഇതിനെപ്പറ്റി എപ്പോഴായിരിക്കും പ്രതികരിക്കുന്നത്, അപ്പോഴായിരിക്കും നമുക്ക് ഇതിനെപ്പറ്റിയുള്ള പൂർണ്ണമായിട്ടൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഈ ഒരു സമയത്ത് ന്യൂസ് 18 അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ്, ജന്മഭൂമി അതുപോലുള്ള പല മാധ്യമങ്ങളും ഈ ഒരു കാര്യത്തെ എന്താണ്
മുന്നിൽ നിർത്തിക്കൊണ്ട് പല വീഡിയോസും കാര്യങ്ങളും പുറത്തിറക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്തും ചെയ്യാതെയും പല വീഡിയോസും നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഉൽപ്പാദനം എന്ന് പറയുന്നത് ഈ പറയുന്ന സലാവുദ്ദീൻ ചൗധരി എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ ഒരു റിപ്പോർട്ടർ പുറത്തുവിട്ട ഒരു ലേഖനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിൽ കൃത്യമായിട്ടൊരു എവിഡൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഭാര്യയും കുട്ടികളും ഉണ്ട്, അദ്ദേഹം ഇന്ത്യക്കാരെ പറ്റിക്കുകയാണ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സജീവമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് പല രാജ്യങ്ങളിലെയും പല പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെയും അഫയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവിഹിത ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ന്യൂസുകളും ഇപ്പോൾ പുറത്തോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലൊരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ അത് എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു പൊളിറ്റിക്കൽ ജീവിതത്തിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം കൺഫേം ആണ്. കാരണം ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഒരു കൾച്ചർ ഉണ്ട്. ആ കൾച്ചറിനെതിരായിട്ടാണ് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ നീങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്കാർ അതിനെ മാറ്റി ചിന്തിക്കുന്ന ഒരു കാര്യം നമ്മുടെ നാട്ടിൽ പതിവായിട്ട് നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ആരോപണം ശരിയായിട്ട് വരികയാണെങ്കിൽ അത് രാഹുൽ ഗാന്ധിയെ തീർച്ചയായിട്ടും മോശമായിട്ട് ബാധിക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും ഒരു സ്പാനിഷ് ലേഡി ആയിട്ട് രാഹുൽ ഗാന്ധിക്ക് അഫയർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന ചില ഫോട്ടോസ് ഉണ്ട്. ആ ഫോട്ടോസിനെ പറ്റി പറയുമ്പോൾ നദാജിയ റാമോസ് എന്ന് പറയുന്ന ഒരു മൂവി ആക്ട്രസിൻ്റെതാണ് ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത്. പുള്ളിക്കാരത്തി രാഹുൽ ഗാന്ധിയെ കണ്ട സന്തോഷത്തിൽ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പുറത്തുവിട്ട ഒരു ഫോട്ടോയാണത്. അല്ലാതെ അതൊന്നുമല്ല ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നത്. അത് ഒരു സ്പാനിഷ് ആക്ട്രസ് ആണ്. നദാജിയ റാമോസ് എന്നാണ് ആ ഒരു ലേഡിയുടെ പേര്. അല്ലാതെ അത് രാഹുൽ ഗാന്ധിയുടെ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ല. അത് പറഞ്ഞിട്ടും കുറേ പേര് വീഡിയോസും കാര്യങ്ങളും പിന്നെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ടു. പക്ഷെ അതൊന്നുമല്ല, അത് രാഹുൽ ഗാന്ധിയെ കണ്ട സന്തോഷത്തിന് ആ ഒരു പെൺകുട്ടി തൻ്റെ സോഷ്യൽ മീഡിയ പേജ് വഴി പുറത്തുവിട്ട ഒരു ഫോട്ടോയാണ്. അപ്പം എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെ പല കാര്യങ്ങളും രാഹുൽ ഗാന്ധിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു. ഇതിന്റെ സത്യാവസ്ഥ തീർച്ചയായിട്ടും അറിയണമെങ്കിൽ രാഹുൽ തന്നെ ഇതിനെ പറ്റി പ്രതികരിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണെങ്കിലും ബംഗ്ലാദേശിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണ് ഈ പറയുന്ന സലാവുദ്ദീൻ ചൗധരി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിളിൽ ഇങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ചർച്ചയാകുമെന്നുള്ള കാര്യം കൺഫേം ആണ്. ഇതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ട് പോകുന്ന നാളുകളിൽ വളരെ വ്യക്തമായിട്ട് കിട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്